Back, dear students, we are going to continue our story Lamb to the Slaughter. The search went on. She knew that there were other policemen in the garden all around the house. She could hear their footsteps on the gravel outside, and sometimes she saw the flash of a torch through a chink in the curtains. It began to get late, nearly 9, she noticed by the clock on the mantel. The four men searching the rooms seemed to be growing weary, a trifle exasperated. അപ്പോൾ നമ്മുടെ മിസ്സിസ് മലോണിൻ്റെ ഹസ്ബൻഡായ പാട്രിക്കിനെ കൊന്ന ആ ഒരു തലക്ക് എന്തോ വലിയൊരു ബിഗായിട്ടുള്ള എന്തോ വെപ്പൺ യൂസ് ചെയ്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. അപ്പോൾ ആ ഒരു വെപ്പണിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങിലാണ്. അപ്പോൾ സെർച്ച് എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്കറിയാം, മിസ്സിസ് മലോണിക്കറിയാം ഗാർഡനിൽ പുറത്ത് എന്താണ് വേറെയും കുറച്ച് പോലീസ്മെനൊക്കെ ഉണ്ടെന്ന് അറിയാം. ഷീ കുഡ് ഹിയർ ദ ഫുഡ് സ്റ്റെപ്സ് ഓൺ ദ ഗ്രേവൽ ഔട്ട്സൈഡ്. അപ്പോൾ അവിടെ ചെറിയ ചരൽക്കല്ല് മാതിരിയുള്ള എന്തോ കല്ലാണ്. അപ്പോൾ അവിടെ ചവിട്ടുമ്പോഴുള്ള ആ ഒരു ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ടൊക്കെ അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ടോർച്ച് അടിക്കുമ്പോൾ കട്ടൻ്റെ ഉള്ളിലൂടെ എന്താണ് അതിൻ്റെ ഒരു ലൈറ്റ് ചെറുതായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലാഷസ് ഉള്ളിലേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 9 o'clock ആയിട്ടുണ്ട്. അവൾ ക്ലോക്കിൽ ശ്രദ്ധിച്ചു. ഏകദേശം 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 പേര് റൂമിലും സെർച്ച് ചെയ്യാണ്. ദേ സീം ടു ബി ഗ്രോയിങ് വിയറി. അവർ വളരെ ടയേർഡ് ആയിട്ടുണ്ട്. എ ട്രിഫിൾ എക്സാസ്പറേറ്റഡ്. അവർ വളരെ ടയേർഡായി, വളരെ എന്താ പറയുക, ഒരു പ്രകോപിതരായ രീതിയിൽ ചില ആ ഒരു സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യാണ്. ആ ഒരു വെപ്പൺ കിട്ടണം. അപ്പോൾ ആ ഒരു സെർച്ചിങ്ങിൽ അവർ വളരെ ടയേർഡുമായിട്ടുണ്ട്, വളരെ എക്സാസ്പറേറ്റഡുമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Jack, she said, the next time Sergeant Noonan went by, would you mind giving me a drink? Sure, I will give you a drink. You mean this whiskey? Yes, please, but just a small one. It might make me feel better. He handed her the glass. ആ സമയം മിസ്സിസ് മലോണി ജാക്ക് നൂനാനെ വിളിക്കുകയാണ്. ജാക്ക് നൂനാനെ വിളിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ജാക്ക് നൂനാനെ വിളിക്കുമ്പം നൂനാൻ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് നൂനാൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മിസ്സിസ് മലോണി, നിങ്ങളെനിക്ക് ഒരു ഡ്രിങ്ക് എടുത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഷുവർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വിസ്കിയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കേസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിസ്കി മതി അല്ലെങ്കിൽ കുറച്ച് മതി എന്നുള്ള രീതിയിൽ പറയുകയാണ് നമ്മുടെ മിസ്സിസ് മലോണി. അങ്ങനെ അവർ പറയാണ്, എനിക്ക് ചെറിയൊരു വിസ്കി കുടിച്ചാൽ എനിക്ക് എന്താണ് കുറച്ചും കൂടി ബെറ്ററായി ഫീൽ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ജാക്ക് നൂനാന് ഒരു ഗ്ലാസ് അവർക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. വൈ ഡോണ്ട് യു ഹാവ് വൺ യുവർ സെൽഫ്? ഷീ സെഡ്. യു മസ്റ്റ് ബി ഓഫ്ലി ടയേർഡ്. Please do. You have been very good to me. Well, he answered, it's not strictly allowed, but I might take just a drop to keep me going. One by one, the others came in and were persuaded to take a little sip of whiskey. They stood around rather awkwardly with the drinks in their hands, and comfortable in her presence, trying to say consoling things to her. Sergeant Noonan wandered into the kitchen, came out quickly and said, Look, Mrs. Maloney, you know that oven of yours is still on and the meat still inside. Oh dear me, she cried. So it is. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വിസ്കി നമ്മുടെ മിസ്സിസ് മലോണി കുടിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയുകയാണ്, പോലീസ്മാൻ്റെ അടുത്ത് പറയുകയാണ്, ജാക്നുവിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്കും എന്താണോ ഒന്ന് കുടിച്ചൂടെ, കാരണം നിങ്ങൾ വളരെ ടയേർഡായിട്ടാണ് കാണപ്പെടുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, ജാക്നുവിനെ പറയുകയാണ്, അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രിക്ട്ലി അലൗഡ് അല്ല ഇങ്ങനൊരു സമയത്ത് അത് കുടിക്കുന്നത്. ജസ്റ്റ് എ ഡ്രോപ്പ് ടു കീപ് മീ ഗോയിങ്, എങ്കിലും എന്താണ് ഒരു ഡ്രോപ്പ് നോക്കാം എന്ന് പറയുകയാണ്. ആ സമയം അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്താണ് ഒരു ചെറിയ ലിറ്റിൽ സിപ്പ്, വിസ്കിൻ്റെ ഒരു ലിറ്റിൽ സിപ്പ് കുറച്ച് എല്ലാവരും എന്താണ് കുടിക്കുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും ഹാൻഡ്സിൽ ഡ്രിങ്ക്സ് വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങനെ കുടിച്ചു. അപ്പം ഇവളുടെ പ്രസൻസിൽ അവർ ശരിക്കും പറഞ്ഞാൽ അൺകംഫർട്ടബിളാണ്, അങ്ങനെ വിസ്കി കുടിക്കുന്നതിലൊക്കെ അൺകംഫർട്ടബിളാണ്. അതേ സമയം തന്നെ എന്താണ് അവർ ഈ കുടിക്കുന്ന സമയത്തൊക്കെ തന്നെ എന്താണ് ഇവളെ സമാധാനിപ്പിക്കാനും കൺസോൾ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. സർജൻ നൂനാൻ അങ്ങനെ കിച്ചണിലേക്ക് പോയി.
അങ്ങനെ സർജൻ നൂനാൻ കിച്ചണിലേക്ക് പോയിട്ട് ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് പറയാണ്, മിസ്സിസ് മെലോണി, നിങ്ങളുടെ ഓവൻ ഇപ്പോഴും ഓണാണല്ലോ, അതിൻ്റെ ഉള്ളിൽ മീറ്റ് ഇല്ലേന്ന് പറയാണ്. കാരണം ആ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയതും അതിന് മുമ്പ് ഓവനിൽ മീറ്റ് വെച്ചിട്ടാണ് പോയത് എന്നും ഒക്കെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാരുടെ അടുത്ത് നമ്മുടെ മിസ്സിസ് മെലോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം മീറ്റ് വെച്ചിട്ടുള്ളത്. കിച്ചണിൽ പോയപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് വന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മിസ്സിസ് മെലോണിക്ക് അത് ഓർമ്മ വന്ന പോലെ പറയാണ്, ശരിയാണല്ലോ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നെന്നുള്ള രീതിയിൽ മിസ്സിസ് മെലോണി പറയാണ്, ഐ ബെറ്റർ ടേൺ ഇറ്റ് ഓഫ് ഫോർ യു ഹാഡിൻറ്റ് ഐ. അങ്ങനെ ജാക്ക് നൂനാൻ പറയാണ്, ഞാനത് നിങ്ങൾക്ക് വേണ്ടി ടേൺ ഓഫ് ചെയ്യാം, ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. വിൽ യു ഡു ദാറ്റ് ജാക്ക്, താങ്ക് യു സോ മച്ച്. അങ്ങനെ അതിന് താങ്ക്സ് പറയുന്നുണ്ട് നമ്മുടെ മിസ്സിസ് മെലോണി. When the surgeon returned the second time, she looked at him with her large, dark, tearful eyes. Jack Noonan, she said. അങ്ങനെ നമ്മുടെ ജാക്ക് നൂനാൻ തിരിച്ച് വരുമ്പോൾ, എന്ന് വെച്ചാൽ കിച്ചണിൽ പോയി ഓവൻ ഓഫാക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ അവളെ ഷീ ലുക്ക്ഡ് അറ്റ് ഹിം, അവൾ നൂനാനെ നോക്കുന്ന സമയത്ത് അവളുടെ ലാർജ് ഡാർക്ക് ഐസ് എന്നാണ്, കണ്ണീരിൽ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. കരഞ്ഞുകൊണ്ട് അവൾ പറയാണ്, ജാക്ക് നൂനാൻ എന്ന് വിളിച്ച് പറയാണ്. ഞാൻ എന്താ പറയുന്നത്, യെസ്, would you do me a small favor, you and these others? We can try, Mrs. Maloney. Well, she said, here you all are, and good friends of dear Patrick's too, and helping to catch the man who killed him. You must be terribly hungry by now, because it's long past your supper time, and I know Patrick would never forgive me, God bless his soul, if I allow you to remain in his house without offering you decent hospitality. Why don't you eat up that lamb that's in the oven? It will be cooked just right by now. Wouldn't dream of it, Surgeon Noonan said. എന്താണ്, സങ്കടത്തോടു കൂടി കണ്ണീരോട് കൂടി ജാക്ക് നൂനാൻ്റെ അടുത്ത് മിസ്സിസ് മെലോണി പറയാണ്, നിങ്ങളെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഒരു ഫേവർ ചെയ്യണം, ഒരു ചെറിയൊരു ഫേവർ ചെയ്യണം. അപ്പോൾ ജാക്ക് നൂനാൻ മറുപടി പറയാണ്, ഞങ്ങൾ ശ്രമിക്കാം, എന്താണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്താണ്, പാട്രിക്കിൻ്റെ ഗുഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു പാട്രിക് എന്താണ് ഒരു ഡിറ്റക്റ്റീവാണെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവിൻ്റെ വൈഫ് എന്ന നിലയിൽ എനിക്ക് ഏകദേശം പെനാൽറ്റിയെക്കുറിച്ച്, കൊലപാതകത്തിൻ്റെ പെനാൽറ്റിയെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ മിസ്സിസ് മെലോണി പറയുന്നതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, പാട്രിക്കിൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ പാട്രിക്കിൻ്റെ ഫ്രണ്ട്സായ നിങ്ങൾ എന്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, പാട്രിക്കിനെ കൊന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെന്താണ് വളരെ ഹംഗ്രി ആയിട്ട്, എന്ന് വെച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. കാരണം ഒരുപാട് സമയം കഴിഞ്ഞു, സപ്പർ ടൈമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ശരിക്കും പാട്രിക്കുള്ള സമയമാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം എന്നോടിത് ഫോർഗീവ് ചെയ്യുമായിരുന്നില്ല. ദൈവം അദ്ദേഹത്തിൻ്റെ സോളിനെ ബ്ലെസ് ചെയ്യട്ടെ എന്ന് പറയാണ്. അപ്പം നിങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് എന്താണ്, നിങ്ങളിവിടെയുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാൻ എന്താണ് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ് നിങ്ങൾക്ക് ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ഒരിക്കലും പാട്രിക്ക് ഫോർഗീവ് ചെയ്യില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഇവിടെ ഓവനിൽ ലാമ്പ് ഉണ്ട്, നിങ്ങൾക്കത് എന്തുകൊണ്ട് കഴിച്ചുകൂടാ, അത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ സർജൻ നൂനാൻ പറയാണ്, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Please, she begged, please eat it. Personally, I couldn't touch a thing. Certainly not what's been in the house when he was here. But it's all right for you. It would be a favor to me if you would eat it up. Then you can go on with your work again afterwards. There was a good deal of hesitating among the 4 policemen, but they were clearly hungry, and in the end they were persuaded to go into the kitchen and help themselves. അപ്പം നമ്മുടെ പാട്രിക്കിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ നിങ്ങൾ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഫുഡ് തരേണ്ടതുണ്ട്, നിങ്ങളത് കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നൂന പറഞ്ഞല്ലോ, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മിസ്സിസ് മെലോണി വീണ്ടും എന്താണ് ബെഗ് ചെയ്യാണ്, പ്ലീസ് ഈറ്റ് ഇറ്റ്, നിങ്ങളത് എന്തായാലും ഒന്ന് കഴിക്കൂ. പേഴ്സണലി എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ ടച്ച് ചെയ്യാൻ കഴിയില്ല, കാരണം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഈ ഒരു സാധനങ്ങൾ ഇപ്പോൾ അദ്ദേഹം മരിച്ച ഈ ഒരു അവസ്ഥയിൽ എനിക്കിതൊന്നും ടച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ടച്ച് ചെയ്യാൻ
ചെയ്യാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഫേവർ ചെയ്യണം, നിങ്ങൾ ആ ലാമ്പ് കഴിക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുകയാണ്. There was a good deal of hesitating among 4 policemen. അപ്പോൾ 4 പോലീസ്മെനും എന്താണ്, അത് ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ വളരെ ഹംഗ്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവരെന്ത് ചെയ്യാണ്, കിച്ചണിലേക്ക് പോവുകയാണ്. കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് എന്താണ്, അവർ ഫുഡ് കഴിക്കാൻ തീരുമാനിക്കുകയാണ്. The woman stayed where she was, listening to them through the open door, and she could hear them speaking among themselves, their voices thick and sloppy because their mouths were full of meat. അങ്ങനെ അവരെ പോയി. പക്ഷേ നമ്മുടെ മിസ്സിസ് മലോണി അവർ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഓപ്പൺ ഡോറിലൂടെ മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസ്മാന് പരസ്പരം കിച്ചണിൽ പോയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കുകയാണ് അവർ. അപ്പോൾ വായിൽ ഫുൾ എന്താണ്, മീറ്റാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ വോയിസസ് എന്ന് പറഞ്ഞാൽ തിക്കും സ്ലോപ്പിയും ആണെന്നാണ് പറയുന്നത്. കാരണം ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കും ക്ലിയർ ആവില്ലല്ലോ, ചില ടു മച്ച് ലിക്വിഡ് കാരണം അവരുടെ വോയിസൊക്കെ എന്താണ്, സ്ലോപ്പിയാണ് ആൻഡ് തിക്കാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഹാവ് സം മോർ ചാർലി, നോ ബെറ്റർ നോ ഫിനിഷ് ഇറ്റ്. ഷി വാണ്ട്സ് us to finish it. She said so. Be doing her a favor. Okay then, give me some more. That's a hell of a big club the guy must have used to hit poor Patrick. One of them was saying, the doctor says his skull was smashed all to pieces just like from a sledgehammer. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ ചാർലി എന്ന് പറഞ്ഞ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്, കുറച്ചും കൂടി കഴിക്കൂ ചാർലി എന്ന് പറയുമ്പോൾ ചാർലി പറയാണ്, ഇത് മുഴുവൻ ഫിനിഷ് ആവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാണ്. അപ്പോൾ ആരോ പറയുന്നുണ്ട്, മിസ്സിസ് മലോണിക്ക് നമ്മളിത് മുഴുവൻ ഫിനിഷ് ചെയ്യണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫേവറെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, എന്നാൽ കുറച്ചും കൂടി കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും അതെന്താണ്, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയം അവർ സംസാരിക്കുന്നുണ്ട്, പുവർ പാട്രിക്കിന് ആരോ എന്താണ് നല്ല വെയിറ്റുള്ള എന്തുകൊണ്ടോ ആണ് തലയ്ക്ക് ഹിറ്റ് ചെയ്തിട്ടുള്ളത്, പാവം പാട്രിക് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ അവർ സംസാരിക്കുന്നുമുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കള്ളെന്ന് പറഞ്ഞാൽ ഒരുപാട് പീസസ് ആയിട്ട് സ്മാഷ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പീസസൊക്കെ സ്മാഷ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും ഒരു സ്ലെഡ്ജ് ഹാമർ കൊണ്ട് അടി കിട്ടിയാലേ അത്രയും ഇതാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ എന്നൊക്കെ. അവരെന്താണ് പരസ്പരം സംസാരിക്കുകയാണ്. സ്ലെഡ്ജ് ഹാമർ എന്ന് പറഞ്ഞാൽ നല്ല ലാർജ് ആയിട്ടുള്ള ഹെവി ഹാമർ, നമ്മൾ ഈ റോക്കൊക്കെ എന്നുവെച്ചാൽ കല്ലൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത്രയും ഹെവി ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഹാമർ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹിറ്റ് അല്ലെങ്കിൽ തലക്കടി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത് സ്കള്ള് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ എന്താണ് ഇവർ സംസാരിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഓട്ട് ടു ബി ഈസി ടു ഫൈൻഡ്. എന്നിട്ട് ഇവരെന്നെ പറയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു വെപ്പണ് കണ്ടെത്താൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എക്സാക്ട്ലി വാട്ട് ഐ സേ, ഹൂഎവർ ഡൺ ഇറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ടു ബി ക്യാരിങ് എ തിങ് ലൈക്ക് ദാറ്റ് അറൗണ്ട് വിത്ത് ദം ലോങ്ങർ ദാൻ ദേ നീഡ് വൺ ഓഫ് ദം ബാച്ച്. അപ്പോൾ അവർ പറയുകയാണ്, എന്തായാലും അത് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് ലാർജ് വെപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ചെയ്ത ആൾ എന്താണ് ഒരുപാടൊന്നും അത് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവില്ല, അത്ര ദൂരത്തൊക്കെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല എന്ന് പറയാണ്. വൺ ഓഫ് ദം ബെൽച്ച്, അതിനിടയിൽ ഒരാൾ ബെൽച്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പേഴ്സണലി ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് ഹിയർ ഓൺ ദ പ്രിമൈസസ്, പ്രോബബ്ലി റൈറ്റ് അണ്ടർ അവർ വെരി നോസസ്. വാട്ട് ഡു യു തിങ്ക് ജാക്ക്? ആൻഡ് ഇൻ ദ അതർ റൂം മേരി മലോണി ബിഗാൻ ടു ഗിഗിൾ. അപ്പോൾ പറയാണ്, അവർ തന്നെ പറയുകയാണ്, പേഴ്സണലി ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് ഹിയർ ഓൺ ദ പ്രിമൈസസ്. ഞാൻ പേഴ്സണലി കരുതുന്നത് അത് നമ്മുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ നമ്മുടെ മൂക്കിന് താഴത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ വെപ്പൺ ഉണ്ടാവുക. പക്ഷേ എവിടെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡു യു തിങ്ക് ജാക്ക്? ജാക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെന്താ ചിന്തിക്കുന്നത് ജാക്കെന്ന് ചോദിക്കുകയാണ്. ആ സമയം അടുത്ത റൂമിലിരുന്നിട്ട് മേരി മലോണി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ കേട്ടിട്ട് മേരി മലോണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിരിക്കുകയാണ്. കാരണം മേരി മലോണിക്ക് അറിയാം, കാരണം മേരി മലോണിയാണ് ഈ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത് മേരി മലോണിയാണ്.
അപ്പോൾ മേരി മലോണിക്ക് അറിയാം എന്ത് വെപ്പൺ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളതെന്ന്. ആ വെപ്പണ് തന്നെയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫ്രോസൺ ലാമ്പാണ് ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത്, ആ ഓവനിൽ വെച്ച് കുക്ക് ചെയ്ത സാധനമാണ് ഇപ്പോൾ ഈ പോലീസുകാരൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തെളിവും നഷ്ടപ്പെട്ടു അല്ലേ, പിന്നെ ഒരിക്കലും അത് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ മേരി മലോണിക്ക് മാത്രമേ ആ ഒരു സംഗതി അറിയുള്ളൂ. പക്ഷേ പോലീസ്മാനൊക്കെ എന്താണ് കരുതുന്നത്, എന്തോ ഒരു ലാർജ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഹാമർ കൊണ്ടോ മറ്റോ യൂസ് ചെയ്തിട്ടായിരിക്കും കൊന്നതെന്ന് കരുതിയിട്ട് അതിനുള്ള ഒരു സെർച്ചിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോലും അറിയുന്നില്ല എന്താണ് അവരെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ അവർ ആ തെളിവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരറിയുന്നില്ല. ശരിക്കും അവർ പറയുന്നുണ്ടല്ലോ, നമ്മുടെ നോസസിൻ്റെ താഴെ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ മൂക്കിന് താഴെ തന്നെ ഉണ്ടായിരിക്കും ആ ഒരു വെപ്പൺ എന്നൊക്കെ പറയുമ്പോഴും അവരറിയുന്നില്ല. മൂക്കിന് താഴെ തൻ്റെ മൗത്തിലൂടെ താൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവരറിയുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐറോണിക്കലായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ് നമ്മുടെ ലാംബ് ടു ദ സ്ലോട്ടർ എന്ന് പറഞ്ഞ സ്റ്റോറി. ഇനി നമുക്കതിലെ എക്സസൈസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയെ കാണാൻ കഴിയും, ഒരു ക്രിറ്റിക്കലായിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു ഓൾ.